ഞങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നമസ്കരിക്കുകയായിരുന്നു, അഥവാ ഇമാമും മഅ്മൂമുമായി ഞങ്ങൾ ജമാഅത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഫലമ്മ റഫഅ റഅസഹു മിനർ റക്അ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റക്അത്തിൽ നിന്ന്, അഥവാ റുക്കൂ ആണ് ഉദ്ദേശം, റുക്കൂഇൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാണോ സ്തുതിച്ചത് ആ സ്തുതിച്ചവൻ്റെ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു. അതാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഖാല റജുലുൻ വറാഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പറയുകയുണ്ടായി. ആ ഒരു വ്യക്തി ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റിഫാഅ ഇബ്നു റാഫിഅ അസ്സുറഖി റളിയല്ലാഹു തആല അൻഹു തന്നെയാണ്. അത് മറ്റു ചില റിവായത്തുകളിൽ വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം അത് ഞാനാണ് എന്ന് പറയുവാൻ അദ്ദേഹം മടി കാണിച്ചു, തന്നെ പറയുവാൻ അദ്ദേഹം മടി കാണിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഖാല റജുലുൻ വറാഅഹു, ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലക്കൽ ഹംദു, സർവസ്തുതികളും നിനക്കാകുന്നു. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലക്കൽ ഹംദു, സർവസ്തുതികളും നിനക്കാകുന്നു. എങ്ങനെയുള്ള സ്തുതി? ആ സ്തുതിയുടെ പ്രത്യേകത പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഹംദൻ കസീറ, ധാരാളം സ്തുതികൾ, അഥവാ അളവറ്റ സ്തുതികൾ, എണ്ണമില്ലാത്ത അത്രയും സ്തുതികൾ. അതേപോലെ തന്നെ ത്വയ്യിബൻ, നല്ല സ്തുതികൾ. എന്താണ് ഇവിടെ ത്വയ്യിബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? പണ്ഡിതന്മാർ പറഞ്ഞു, റിയ ഇല്ലാത്ത, മറ്റൊരാളെ കാണിക്കണമെന്ന് ഉദ്ദേശിക്കാത്ത, അതേപോലെ തന്നെ പ്രശംസ ആളുകളിൽ നിന്ന് ലഭിക്കണം എന്ന് ഉദ്ദേശിക്കാത്ത, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആ ഹംദിൻ്റെ അർത്ഥവും പൊരുളും ശരിക്കും അറിഞ്ഞുകൊണ്ടുമുള്ള ഹംദ് എന്ന് പറഞ്ഞാൽ, ഹംദ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അവനോട് നന്ദി കാണിക്കുന്ന ആ നന്ദി പ്രകടനത്തിൻ്റെ വാക്കാലുള്ള രൂപമാണ് ഹംദ്. അപ്പോൾ ശരിക്കും അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അവനെ പ്രശംസിക്കുകയും ചെയ്യുക. ഇപ്രകാരം അർത്ഥമറിഞ്ഞുകൊണ്ട് കറകളഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ള ഹംദ്, അതാണ് ത്വയ്യിബായ ഹംദ് എന്നതുകൊണ്ട് ഉദ്ദേശം. മുബാറക്കൻ ഫീ, മുബാറക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുഗ്രഹീതമായത്, അഥവാ കസറത്തുൽ ഖൈറാണ് ഉദ്ദേശം. ധാരാളം ഖൈറുകൾ, ധാരാളം നന്മകൾ. അപ്പോൾ ആ ഹംദിൽ എന്തുണ്ട്? ആ ഹംദിൻ്റെ പ്രത്യേകത മുബാറക്കൻ, അനുഗ്രഹീതമാണ്. ആ ഹംദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുകൾ, ബറക്കത്തുകൾ വർദ്ധിപ്പിച്ചു തരും, ഇഹപര നന്മകൾ വർദ്ധിപ്പിച്ചു തരും. ഇപ്രകാരം ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൽ നിന്ന് ധാരാളം ബറക്കത്തുകൾ ലഭിക്കുന്ന, അതോടൊപ്പം തന്നെ സ്വയം തന്നെ ആ ദിക്റിൽ എമ്പാടും ഖൈറുകൾ അടങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഫ്ളലു ദുആ അൽഹംദുലില്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ദുആയിൽ ഏറ്റവും അഫ്ളലായത് സർവ്വസ്തുതിയും അള്ളാഹുവിനാണ് എന്ന ഹംദിൻ്റെ വാക്കാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചൊല്ലിയിട്ടുള്ള കലാമുകളിൽ ഒന്നാണ് സ്തുതി, അൽഹംദുലില്ലാ എന്നുള്ളത്. ആ നിലക്ക് എല്ലാ ബറക്കത്തുകളും ഖൈറുകളും നിറഞ്ഞ, ഇഖ്ലാസോടുകൂടിയുള്ള നന്മ നിറഞ്ഞ ധാരാളക്കണക്കിന് സ്തുതികൾ അള്ളാഹുവേ നിനക്കാകുന്നു. അപ്പോൾ അത് ശരിക്ക് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് എഅ്തിദാലിൽ, നമസ്കാരത്തിലെ എഅ്തിദാലിൽ ചൊല്ലാൻ സാധിക്കുന്ന സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു ദിക്റാണിത്. റബ്ബന വലക്കൽ ഹംദ്, ഞങ്ങളുടെ രക്ഷിതാവേ, സർവസ്തുതിയും നിനക്കാകുന്നു. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ, ഹംദൻ കസീറ, ധാരാളം സ്തുതികൾ, ത്വയ്യിബൻ, നന്മ നിറഞ്ഞ, കറകളഞ്ഞ, മുബാറക്കൻ ഫീ, ധാരാളം ഖൈറുകളും ബറക്കത്തുമുള്ള സ്തുതികളെല്ലാം നിനക്കാകുന്നു. ഇങ്ങനെ പറയുകയുണ്ടായി മഹാനായ ഈ സ്വഹാബി. ഫലമ്മൻ സറഫ്, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മനിൽ മുതകല്ലിം, ആരാണ് അപ്രകാരം പറഞ്ഞത്? അഥവാ അദ്ദേഹം ഒരല്പം ഉറക്കെയായിരുന്നു പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ആരാണത് പറഞ്ഞിട്ടുള്ളത്? ഖാല, അദ്ദേഹം പറഞ്ഞു, അന, ഞാനാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റഅയ്തു ബിദ്അതൻ വസലാസീന മലക്കൻ, 30-ലധികം മലക്കുകളെ ഞാൻ കാണുകയുണ്ടായി.
ബിളഅത്ത് എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള എണ്ണത്തിനാണ് ബിളഅത്ത് എന്ന് പറയുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു 1 മുതൽ 5 വരെയുള്ളതിനാണ് ബിളഅത്ത് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ശരി, 40 എത്താത്ത 30-ലധികമുള്ള എണ്ണമാണ് ബിളഅ വ സലാസീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റഅയ്തു ബിളഅതൻ വ സലാസീന മലക്ക, 30-ലധികം മലക്കുകളെ ഞാൻ കണ്ടു. യബ്തദിറൂനഹ, ഈ ദിക്ർ ഈ സ്വഹാബി ചൊല്ലിയപ്പോൾ ആ ദിക്ർ എഴുതി വെക്കാനും ഏറ്റെടുക്കുവാനും, അയ്യുഹും യക്തുബുഹ അവ്വലു, ആദ്യം ആര് എഴുതും, എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആര് പ്രദർശിപ്പിക്കും. കാരണം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന സൽക്കർമ്മങ്ങൾ അത് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ധാരാളം മലക്കുകളുണ്ട്. അപ്പോൾ ആദമിൻ്റെ മക്കൾ നന്മ ചെയ്യുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും അവരുടെ നന്മകളൊക്കെ അള്ളാഹുവിലേക്ക് എത്തിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അതെല്ലാം അറിയാം. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, എല്ലാം അള്ളാഹുവിനറിയാം. എന്നാൽ പോലും അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളെ ആ നിലക്ക് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്നത്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അപ്പോൾ മനുഷ്യരിൽ നിന്ന് രക്തം ചിന്തലും കുഴപ്പമുണ്ടാക്കലും മാത്രമല്ല, മറിച്ച് നന്മ ചെയ്യുന്ന, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അവനെ ദിക്ർ ചൊല്ലുന്ന നല്ല മനുഷ്യരുമുണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് മലക്കുകൾക്ക് കൂടി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച സംവിധാനമാണ്. ആദം സന്തതികളുടെ നന്മകളൊക്കെ രേഖപ്പെടുത്തുക, അള്ളാഹുവിലേക്ക് എത്തിക്കുക. അപ്പോൾ മനുഷ്യരുടെ നന്മകൾ അള്ളാഹുവിലേക്ക് എത്തിക്കുവാൻ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ദിക്ർ ചൊല്ലിയപ്പോൾ ആ ദിക്റിൻ്റെ മഹത്വവും അതിൻ്റെ ഗാംഭീര്യവും എത്രമാത്രം അത് അള്ളാഹുവിന് ഇഷ്ടമാകുമെന്ന് അറിയാവുന്ന മലക്കുകൾ, 30-ലധികം വരുന്ന മലക്കുകൾ, ആദ്യം അത് ആര് എഴുതും, ആദ്യം എന്നിട്ട് ആര് അള്ളാഹുവിലെത്തിക്കുമെന്ന വിഷയത്തിൽ അവർ മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്തരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മലക്കുകളെ കാണാനും മറ്റുമുള്ള തൗഫീഖ്, അതിനുള്ള സൗകര്യം അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ച, 30-ലധികം മലക്കുകൾ ഈ ഒരു ദിക്ർ എഴുതുവാനും ആദ്യം ആരെഴുതും, ആദ്യം ആര് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിക്കുമെന്ന വിഷയത്തിൽ മത്സരിക്കുന്നതായി കണ്ടു എന്നാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ദിക്റിന്. അതുകൊണ്ട് തന്നെ ഇത് നമസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് ദിക്റുകളുടെ കൂട്ടത്തിൽ പറയാവുന്നതാണ്. റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ. ഇതിൻ്റെ ഹദീസിലെ ഈ ദിക്റിൻ്റെ ഭാഗവും അതിൻ്റെ അർത്ഥവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. അപ്പോൾ അള്ളാഹുവെ, സർവ്വസ്തുതിയും നിനക്കാണ്, ധാരാളം സ്തുതികൾ, തയ്യിബായ നന്മ നിറഞ്ഞ മുബാറക്കായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്തുതി നിനക്കാകുന്നു. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ ദിക്റാണ്, ഏറ്റവും വലിയ ഇബാദത്താണ്. അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതുമാണ്. അപ്പോൾ ഇത് നമസ്കാരത്തിന് പുറത്തുമാകാം, പ്രത്യേകിച്ചും നമസ്കാരത്തിലെ ഇഅ്തിദാലിൽ ഈ സ്വഹാബി അത് ചൊല്ലി അള്ളാഹുവിൻ്റെ റസൂൽ അത് അംഗീകരിച്ചതോടുകൂടി അത് ശറഇൽ എന്തായി, നിയമമായി. പക്ഷേ നമുക്ക് നമ്മുടെ വകയായി ദിക്റുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നമുക്കത് സാധ്യമല്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബികൾ അപ്രകാരം ചൊല്ലുകയും അള്ളാഹുവിൻ്റെ റസൂൽ അംഗീകരിക്കുകയും ചെയ്താൽ അത് ശറഇൽ സ്ഥിരപ്പെട്ടതായി. അതുകൊണ്ട് തന്നെ ഇഅ്തിദാലിൽ ഈ ദിക്ർ ചൊല്ലാൻ പരമാവധി പരിശ്രമിക്കുക. അതല്ലാതെ ഭക്ഷണശേഷവും മറ്റും ഇതേപോലെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണത്തിന് ശേഷവും നമുക്കിതേപോലെ പറയാം, മറ്റു സന്ദർഭങ്ങളിലും അങ്ങനെ പറയാവുന്നതാണ്. വളരെ മഹത്വമേറിയ ഒരു ദിക്റാണ്. അതിൻ്റെ മഹത്വം കൊണ്ടാണ് മലക്കുകൾ ആ നിലക്ക് മത്സരിച്ചത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.